ഒരു കാലത്ത് വലിയ പണക്കാരനായിരുന്ന ഒരാൾ, എല്ലാ പ്രതാപത്തിലും ജീവിച്ച, പിന്നീട് എന്തോ കാരണത്താൽ കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞ് കടം കയറി എല്ലാം വിറ്റുപെറുക്കി താമസിക്കുന്ന വീടും മറ്റെല്ലാ സ്വത്തും വിറ്റ് കടം വീട്ടിയിട്ടും തീരാത്തതുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ഒടുവിൽ ജപ്തിയായി കുടുംബവും കുട്ടികളുമടക്കം പെരുവയിലാകുന്ന വല്ലാത്തൊരു ജീവിത സാഹചര്യം വന്നുപെട്ടവരുണ്ടാവും. അഭിമാനം നഷ്ടപ്പെട്ട് ഒരാളെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത കാലത്ത്, പ്രതാപകാലത്ത് കൂട്ടുകാർ, കുടുംബക്കാർ, ആവോളം പിരിവ് വാങ്ങിക്കൊണ്ടുപോയ രാഷ്ട്രീയക്കാർ, മതമേലധ്യക്ഷന്മാർ, കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരെല്ലാം മുഖം തിരിച്ച് നടക്കുന്ന, ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത, സങ്കടമൊന്ന് കേൾക്കാൻ പോലും തയ്യാറാവാത്ത വല്ലാത്തൊരു ഗതികേടിൻ്റെ കാലം. നിവൃത്തികേട് എന്നൊരു ഘട്ടം മനുഷ്യന് വന്നു ചേരാനുണ്ട്. നിന്ന് കത്തുന്ന വല്ലാത്തൊരു സാഹചര്യം, ഉരുകിയൊലിക്കുന്ന വേദനയുടെ കാലം. ആ സമയത്ത് ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒരു ആശ്വാസവാക്ക് പറയാൻ, എന്താടാ നിൻ്റെ പ്രശ്നങ്ങളെന്ന് ചോദിക്കാൻ ഒരാളുണ്ടായാൽ അതൊരു വല്ലാത്ത ആശ്വാസമാകും. ആത്മഹത്യകൾക്ക് ശേഷം എന്തിനാണവൻ ആത്മഹത്യ ചെയ്തത്, അതിനു മാത്രം പ്രശ്നങ്ങൾ അവൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് നെടുവീർപ്പിടുന്നതിന് പകരം, ജീവിതകാലത്ത് എന്താടാ നിൻ്റെ പ്രശ്നങ്ങൾ, എന്താണ് നിൻ്റെ സങ്കടങ്ങളെന്ന ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ മരിച്ചുപോയ പലരും ഇന്ന് ജീവിച്ചിരുന്നേനെ.